ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം. ഏഴാം സ്ഥലം ഈശോ മിശിഹ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ആറാം സ്ഥലത്ത് നിന്ന് കുത്തനെയുള്ള കയറ്റമാണ്. അതുകൊണ്ട് തന്നെ വീഴാനുള്ള സാധ്യത സ്വാഭാവികം മാത്രം. നേരെ ചെന്ന് കയറുന്നത് അറബി സൂക്കിലേക്കാണ്. ഹഡ്രിയൻ ചക്രവർത്തി ജെറുസലേം നഗരം നശിപ്പിച്ച് ഏലിയ കപ്പിത്തൊളീനെ പണിതപ്പോൾ റോമിലെ എല്ലാ റോമൻ നഗരങ്ങൾക്കുള്ള പോലെ തന്നെ നടുക്ക് പ്രധാന വഴി കാർദോ മാക്സിമുസ്, വടക്കും തെക്കും ബന്ധിപ്പിക്കുന്നത്, അതായത് ഡമാസ്കസ് ഗേറ്റിൽ നിന്ന് സിയോൻ ഗേറ്റ് വരെ, അതിന് കുറുകെ പോകുന്ന ദക്കുമാനുസ്, കിഴക്ക് പടിഞ്ഞാറായിട്ട് പോകുന്ന റോഡ്. ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന ഇടമാണ് നഗര കവാടം. കർത്താവിൻ്റെ കാലഘട്ടത്തിൽ നെഹെമ്യായുടെ പുസ്തകത്തിൽ പറയുന്ന പഴയ നഗര കവാടം നിന്നിരുന്ന സ്ഥലം. ഈ കവാടത്തിൽ പീലാത്തോസിൻ്റെ വിധിവാചകം തൂക്കിയിട്ടിരുന്നു എന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ ഈ കവാടത്തെ വിധിയുടെ കവാടം, ഗേറ്റ് ഓഫ് ജഡ്ജ്മെൻറ്റ് എന്ന് വിളിച്ചിരുന്നു. ആ കവാടത്തിൻ്റെ ഒരു തൂണാണ് ഇന്നുള്ള കപ്പേളയിലുള്ളത്. ഇത് ഫ്രാൻസിസ്കൻസ് മേടിച്ച് 1875 ഇവിടെ കപ്പേള പണിയുന്നത്. 2 കപ്പേളകൾ ഒരുമിച്ച്. ഇവിടെ കർത്താവിൻ്റെ ആ വീഴ്ച ഓർക്കുന്നു. നഗരത്തിൻ്റെ പുറത്തേക്ക് ദൈവപുത്രൻ കടന്നു പോവുകയാണ് എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, ഇസ്രായേൽ ജനത്തിൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മരുഭൂമിയുടെ വിജനതയിലേക്ക് പോകുന്ന പെസഹ കുഞ്ഞാടിന് സമമാണ് നഗരത്തിൻ്റെ പുറത്തേക്ക് പോകുന്ന ദൈവപുത്രൻ. ഇത് നമ്മുടെ മുമ്പിലും വരച്ചു വയ്ക്കുന്നൊരു ചോദ്യമുണ്ട്. തെറ്റുകളെ ക്രിയാത്മകമായി തിരുത്താൻ, പാപത്തിന് പരിഹാരം ചെയ്യാൻ, പാപവഴികളിൽ നിന്ന് മാറി നടക്കാൻ, മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് കൂടി പരിഹാരം ചെയ്യാൻ നമുക്ക് സന്നദ്ധതയുണ്ടോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം.